പാലക്കാട് വാളയാറിൽ അതിഥി തൊഴിലാളി ആൾക്കൂട്ട മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട കേസിൽ അന്വേഷണം ഏറ്റെടുത്ത ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. ഇതുവരെ കേസിൽ അറസ്റ്റിലായത് 5 പേരാണ്. അജിത് ബാബു നൽകും വിവരങ്ങൾ പാലക്കാട് നിന്ന്. അജിത്ത്, മധുവിന് ശേഷം നമ്മൾ വേദനയോടെ കണ്ടൊരു കേസാണ് ഈ രാംനാരായണന്റെ കൊലപാതകം, ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് മർദ്ദനത്തെ തുടർന്നുള്ള മരണം. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നു. വിവരങ്ങൾ. അരുണ്യ സിജി, ശരീരത്ത് ഒരു ഭാഗത്ത് പോലും മർദ്ദനമേൽക്കാത്ത ഇല്ല എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ ഉൾപ്പെടെ പറഞ്ഞത്. അത്രത്തോളം ക്രൂരമായ അക്രമമാണ് ഈ മനുഷ്യനെ നേരിടേണ്ടി വന്നത്. അതിന് പിന്നാലെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിൽ ആകെ വലിയ പ്രതിഷേധം അടക്കം ഉയർന്നു. പിന്നാലെയാണ് കേസിൽ ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമായിരിക്കും അന്വേഷിക്കുക. കേസിൽ ഇതുവരെ 5 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇത് കൂടാതെ ചില പ്രധാനപ്പെട്ട ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ കുറച്ച് ആളുകൾ കസ്റ്റഡിയിലെടുത്തിരുന്നു. നാളെയും മറ്റന്നാളുമായി കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുന്ന ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ്. അതിനിടയിലാണ് ഇപ്പോൾ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത്. ഏതാണെങ്കിലും ഈ സംഭവത്തിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. നമ്മുടെ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. അത് മാത്രമല്ല, ആ മനുഷ്യനോട് അത്തരത്തിലോ അക്രമം നടത്തിയതിനു ശേഷം വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഏതാണെങ്കിലും ഈ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നുള്ള ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ശരി, അജിത് ബാബുവാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്.